എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എന്തിനു വേണ്ടിട്ടാ? കണ്ടില്ലേ, ഭയങ്കര ചൂടായതുകൊണ്ട് ഇച്ചിരി ചൂട് കഴിയുക, തീ കഴിക്കാണ്. ഇവിടെ നമ്മള് പിന്നെ തണുപ്പ് വന്നിട്ട് എന്നാണ്ട് ഈ പരിപാടി നടക്കത്തില്ല. അപ്പൊ പിന്നെ ചൂടത്ത് തന്നെ അങ്ങ് ഇരിക്കാന്ന് വിചാരിച്ചു. ചെറിയൊരു ഗ്രിഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഗ്രിഡ് കത്തിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അരമണിക്കൂറായി കത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വല്ലതും നടക്കുമെന്ന് അറിയത്തില്ല. സംഭവം പാടിപ്പോയി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ ചാർക്കോൾ വേറെ കാണും. ചാർക്കോൾ വേറെ എന്നുള്ളതല്ല, ചാർക്കോളില് നമ്മളിവിടെ കത്തുന്നവർ ഇവിടെ കത്തത്തില്ല ഇങ്ങനെ. പക്ഷെ ഓക്കെ, കത്തി വരുന്നുണ്ട്. ഇപ്പം പിടിച്ചു. അവിടെയൊക്കെ ഒരു കാർപ്പൂരം 2 കാർപ്പൂരം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തീ പിടിക്കുന്നു. ഇവിടെ ഇപ്പം അരമണിക്കൂറായി 10-15 കർപ്പൂരം ഇട്ടു. കർപ്പൂരം കത്തി പോകുന്നതുകൊണ്ട് ചാർക്കോളിൽ പിടിക്കുന്നില്ല. അവസാനം ഏതായാലും കൊള്ളാം. എന്നാണ്ട് നമ്മുടെ ആഗ്രഹം ഒന്ന് നോക്കട്ടെ സഫലമാവുമോ. അതെ, നോക്കാം. ഒന്നെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കും, അല്ല നാളെ കറി വെച്ച് കഴിക്കും. ഇല്ല, മമ്മിക്ക് നാളെ പണിയാവും, കറി വെക്കണം. അതെ, ചിക്കൻ കറി. അമ്മണി ചക്ക കൊണ്ടുവരുന്നുണ്ട്. ചക്ക കിട്ടിയിട്ടുണ്ട്. ജീൻസ് അല്ല, വാടം മുറിച്ചാൽ മതി. പച്ചയായിരിക്കും കൊണ്ടുവരുന്നത്. പച്ചയായിരിക്കും, മുറിക്കണ്ട. വന്നോ? അല്ലെങ്കിൽ ഒത്തല്ല, നാളെ ചക്കയും ചിക്കനും കൂടെ കഴിക്കാം. ചക്കയും ചിക്കൻ കറി, അയലക്കറി. പപ്പ അങ്ങോട്ട് പോയിട്ടുണ്ടോ? പപ്പ അങ്ങോട്ട് പോയതാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയാൽ തോന്നുന്നു. പപ്പ ഫോൺ നോക്കിയാൽ പോയെ. എൻ്റെ ഷാൻ ചേട്ടാ, ഇന്ന് പരിപാടി വല്ലതും നടക്കുമോ? ഉണ്ടോ? ഓ മൈ ഗോഡ്, സക്സസ് കംപ്ലീറ്റ്ലി. പിന്നതല്ല, രാജാതിരാജന്റെ കൂട്ടിരിക്കുന്നേ. സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഉഷ്ടം കൊണ്ട് ചെയ്യുമ്പോൾ ചൂടെടുത്തിട്ടും രക്ഷയില്ല. എനിക്കത് ഞാൻ എഴുന്നേറ്റ് പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. ചിക്കൻ തിന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന അറിയത്തില്ല ഗൈസ്. കമ്പുമല്ലോ എടുത്തിട്ട് കത്തിയേക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. പപ്പ വീശുന്ന സാധനം എടുത്തിട്ടാണ് വീശുന്നത്. അത് മിക്കവാറും ഉരുക്കി കളയും. മിക്കവാറും പപ്പായുടെ വായിലിരിക്കുന്ന കേൾക്കും എന്നാണ് തോന്നുന്നത്. അത് ഉരുക്കി കളയുന്നല്ലാതെ ഇന്ന് ചിക്കൻ ശരിയാവുമെന്ന് അറിയത്തില്ല. കത്തിയോ? സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നോ ചക്ക പോലെ മിക്കവാറും അവിടെ ഇരുന്നാ മതി തിന്നാൻ. അവരുടെ വീട്ടിൽ കഴിച്ചാണ്. എവിടെ? അവരുടെ വീട്ടിലോ? മൈ ഗോഡ്, കനലൊക്കെ കടലോട്ട് തെറിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പാപ്പാ കത്തി തുടങ്ങിയത്. ആവുന്നു. അമ്മയുണ്ടോ? വരയ്ക്കാതെ കയറിപ്പോ അമ്മി. ഞങ്ങൾ ചെറിയൊരു പരിപാടിയാന്ന് പറയാം. ഉള്ളി അങ്ങ് പൂക്കോളും, ഉള്ളി തിന്നാൻ നിൽക്കരുത്.
Oh my god, successfully completed. അപ്പം എല്ലാം കത്തി റെഡിയായി, ഇനി വെക്കാൻ പോവുകയാണ്. നമ്മൾ അധികം ഇതും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ചെറിയ സംഭവം. അത് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നാട്ടിലെ ഗ്രിൽഡ് ചിക്കൻ. ഹോംലി ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാ നോക്ക് മനുഷ്യരെ വന്ന്. ഓയ് നോക്കാമോ? ഇതല്ലേ കരിഞ്ഞു പോയിരിക്കും. ഒത്തിരി മസാല ഇതിന് പാടില്ല. അവിടെ ഇരിക്കട്ടെ, ഞാനേ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്, അതൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം. ആണോ? സെറ്റപ്പ് ശരിയാക്കാൻ പോയാ അച്ചായൻ. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അടിപൊളി സെറ്റപ്പ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതെ, അതുകൊണ്ട് ബാ ഫാദർ. സോഡ മാമി അതിനകത്ത് സോഡ ആയിരിക്കും ഫ്രിഡ്ജില്. അപ്പം ചിയേഴ്സ്. അപ്പൊ ചിയേഴ്സ്. ഒരു രസമല്ലേ ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് ആയിരിക്കും. രണ്ടെണ്ണം അടിക്കണം. വല്ലപ്പോഴും ഒക്കെ അല്ലേ? അത് തന്നെ വല്ലപ്പോഴും. അത് ശരിയാണ്, വല്ലപ്പോഴും. അത് തന്നെ കറക്റ്റാ. ഇത് വല്ലപ്പോഴും. ബാ എന്നെ വാങ്ങിക്കണ്ടെന്നാ എന്റെ മനുഷ്യര്. എന്നെ അതൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് തിന്നാം. ഇത് രണ്ടോ ഇന്നത്തെ ഇത് സോഡ അല്ല, ഇത് വെള്ളമാ. ഇത് സോഡ അല്ല, ഇത് വെള്ളമാ. ഇച്ചിരി പിടിക്കുവോ? ഇതാണ് ഫാദർ. കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പതുക്കെ ഈ അടുക്കളയുടെ സൈഡിലിരുന്നാണ് സെറ്റപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. കയറ്റി വെച്ചേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി സംഭവങ്ങൾ അവിടെ അന്തേരയിലുണ്ട്. ഓക്കെ, മമ്മിയുണ്ട് അവിടെ വന്നു. അപ്പം ഞങ്ങൾ പതുക്കെ ഇതിൻ്റെ ഒന്ന് സെറ്റപ്പ് ഒന്ന് റെഡിയാക്കട്ടെ. ഇവനെ ഒന്ന് സെറ്റാക്കട്ടെ. അതെ, ഇവനെ ഒന്ന് സെറ്റാക്കട്ടെ. ഉണ്ടോന്ന് എന്നെ കാണുന്നില്ലല്ലോ. ഞാനൊരു സിപ്പ് എടുക്കട്ടെ. ഞാനുണ്ടോ? ഞാൻ അച്ഛൻ എടുത്ത് നോക്കട്ടെ. കഴിയതാണോ? വേണ്ടിരിപ്പുണ്ടല്ലോ.
അതിന് വേണ്ടെന്നില്ല. എന്നാ ഓ ഇതിന് വേണ്ടി ചുമ്മാ ഇടുന്ന അമ്മേ. രസമല്ലേ അതിൻ്റെ കൂടെ എന്ത് ഉപ്പ് സാധനം ഏറ്റവും നല്ലത്. ഇത് നമ്മൾ സക്സസ് ആവും നോക്കണ്ടേ. ആദ്യമേ ഇത് ശരിയാവില്ല നോക്കണ്ടേ. ശരിയല്ല ജീവനിട്ടു മദർ വന്ന് എത്തി നോക്കുന്നു. അല്ല അപ്പ പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ഇപ്പൊ തന്നെ കരിയുടെ കണ്ടില്ല അവസ്ഥ. ഇത്ര നേരം എടുത്തു. മറ്റേ 5 മിനിറ്റ് കൊണ്ട് കരി ശരിയാ. കരോട്ട് ഗ്രില്ല് ചെയ്ത് അടുത്തില്ലേ കരിക്കാട് അവിടെ. ആ നമ്മൾ മേടിക്കാറില്ലേ? അത് അത് അവരുണ്ടാക്കുന്നത്. ഇത് നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു രസമില്ലേ. ഇവിടെ നിന്നുകൊണ്ട് തീയൊക്കെ കത്തിച്ച് കയ്യരിച്ച് കരിയൊക്കെ പറ്റി അതുകൊണ്ട് വലിയ പുള്ളിയാ. വലിയ പുള്ളിയാണ് ടേസ്റ്റ്. നമ്മുടെ ആൾക്കാരല്ലേ അങ്ങനെ അധികം ഇങ്ങനെ ഇപ്പൊ ഇവിടെയൊക്കെ നാട്ടിലത്തെ ആൾക്കാരെല്ലാം ആയിട്ടുണ്ട്. അവിടെ ക്യാമ്പിങ്ങിന് പോകുമ്പോഴും അതുകൊണ്ടല്ലേ അത് കിട്ടുക. അതെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടല്ലോ. ചിലപ്പോ സുലഭയെ കാണുമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ ലുലു കാണും. കോട്ടയത്ത് ലുലു ഇല്ല. ഞങ്ങള് കോട്ടയത്ത് ലുലു പോവാ അന്നേരം മേടിക്കാമല്ലോ നല്ല ലുലു കാണുന്നത്. ലുലു തന്നെ അങ്ങനെ പറഞ്ഞാലും കാണും. അവിടെ പോകാൻ അപ്പൊ പിന്നെ ഇവിടെ അടുത്ത് തന്നെ കിട്ടിയപ്പോ പിന്നെ ഓക്കെ ആയി. വെറുതെ അവിടെ നിന്ന് കൊണ്ടുണ്ടായിരുന്നു. ഇതിന്റെ ചിക്കൻ നമ്മൾ മസാല എന്ന് പറഞ്ഞാൽ മസാല ഒന്നും ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു. ചുമ്മാ ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടി, ഇച്ചിരി ഉപ്പും, ഇച്ചിരി മുളക് പൊടി, ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മസാല നമ്മുടെ ഇങ്ങനത്തെ മസാല വെച്ചാണല്ലോ ഇത് കരിയും. മസാലയും കരിയും. അതിന് ആ ഒരു സുഖം കിട്ടത്തില്ല. മറ്റേ ബാബിക്കുന്ന ഒരു സോസ് വരുന്നുണ്ട്. അത് ഇതേക്കാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. കാണുമായിരിക്കും അല്ലേ? അവിടെ ഇല്ലാത്ത സാധനം ഇല്ല, എല്ലാം ഉണ്ട്. സുലഭമല്ലേ? എനിക്ക് തോന്നുന്നു ഇത്ര സാധനം കുവൈറ്റിലൊന്നും ഇല്ലെന്ന് തോന്നി. ഇതുമാത്രം സാധനങ്ങൾ നമുക്ക് എന്നാ വെച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. ഒരുപാട് സാധനങ്ങൾ ഇവർ കഴിഞ്ഞാൽ എന്നാ കണ്ടാലും മേടിക്കാൻ തോന്നുന്നു. എന്നാ ഇത് ഹാഫ് കുക്ക് ഉണ്ട്. ഹാഫ് കുക്ക് ഉണ്ടോ? ഞാൻ കണ്ടിട്ട്. അതായത് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ മസാല വെച്ച ഇടിയിറച്ചി പോലത്തെ ഇറച്ചിയൊക്കെ ഉണ്ട്. ഉണ്ടായിരുന്നു അവിടെ കവറിനകത്ത്. ഞാൻ കണ്ടില്ല. അതായത് നമ്മള് ഇത് ചെയ്യുന്ന ബില്ല് ചെയ്യുന്നതിന്റെ അപ്പുറത്തുണ്ട്. ഒരു ടേബിളെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളെങ്ങോണ്ട് പോയത് ഉണക്കറച്ചി ഉണ്ടായിരുന്നു. ഇവിടെ ആയിരിക്കും കൊട്ടാരത്തിൽ. നമ്മളെ കൊട്ടാരത്തിൽ ബേക്കറി കയറിയിട്ട് അവിടെ. പിന്നെ ഇവിടെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം മേടിച്ചോണ്ട് പോകുന്ന കൊട്ടാരത്തിൽ നിന്നുള്ള ഇതല്ലേ സുലഭ മസാല പിടിപ്പിച്ച കവറിനകത്തിരിക്കുന്നത്. ബീഫുണ്ട്, മീറ്റുണ്ട്, അല്ല ഇറച്ചിയുണ്ട് അല്ലേ? ഏത് അത് നമ്മള് താഴെ ഒന്നും ചെയ്യണ്ട. അത് ചുമ്മാ എന്ന് വെച്ചാൽ മതി. അത് പുള്ളി റെഡി ആയിട്ടുള്ള സാധനമല്ലേ. അത് നല്ല സെയിലുണ്ടോ? യൂട്യൂബ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് അവളുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ട്. ഒത്തിരി യൂട്യൂബുകാർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സാധനമാണ്. അവളെ സാധനം ഇവിടെ അല്ല. അവളെ എവിടുത്തെ ചുരത്തിന്റെ അടി വെച്ചാൽ ഉണ്ടാകാം. ചുരം കോഴിക്കോടൻ ചുരം, താമരശ്ശേരി ചുരത്തിന് താഴെ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. പെണ്ണിന് എല്ലാം ഒന്നാണ് കാണിക്കുന്നതായപ്പോഴത്തേക്ക് ചൂടായി. ഒന്നാണ് കാണിക്കുന്നുണ്ട്. നമ്മള് എന്നാ വേണ്ട അയച്ചു തരാം. ഇവരെല്ലാം അടുത്തായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെ ഒരു ബിസിനസ് ആണത്. മറ്റേ ഇത് ഇടുക്കിയിലുള്ള ഉപ്പ് ഇറക്കാര് ഭയങ്കര വില. ഡ്രീം ബേർഡ്സ് ഓഫ് ശ്രീ അല്ലേ? അങ്ങനെയല്ലേ? നല്ല വിലയാണ്. അയ്യോ ബിനോയൊന്നും വിളിക്കണമല്ലോ ഓർത്തിട്ട്. പക്ഷെ അവർ ഇച്ചിരൂടെ ഹൈജീനിക് ഒക്കെയാ. ഓ എന്തെന്ന് ഹൈജീനിക്ക്? വലിയ ഹൈജീനിക്ക് നോക്കാൻ പറ്റി ഞാൻ കഴിക്കാൻ പറ്റില്ല. ആ സുലഭ ഇരിക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുവിടാം. പിന്നെ അങ്ങനെ നോക്കാനുള്ളതെന്ന് ചോദിച്ചു. കുക്കഡാണോ അത് നമ്മുടെ ഈ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന പോലെ അങ്ങനെയാണോന്ന് അറിയത്തില്ല. അതിന് നമ്മൾ തേക്കണോ? അയ്യോ മറ്റേ ഇത് കഴിച്ച് നോക്കിയായിരുന്നോ? കാജു പറഞ്ഞില്ലേടി കപ്പലിന്റെ കൊണ്ടുവന്നു. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിൽ ആ പാത്രത്തിനകത്ത്. പൊട്ടിച്ചില്ല ഞാൻ.
ഞാൻ അത് തിന്ന് നോക്കും. ടേസ്റ്റ് അങ്ങനെ ഇതാ ഇച്ചിരി ഭേദമുള്ള പക്ഷെ ഇതാ ഇച്ചിരി മുളക് കിട്ടുള്ളൂ. എവിടെ നിന്ന് മേടിച്ചോ? സുലഭയാണ്. സുലഭ കൊട്ടാരത്തിൽ നിന്ന്. ശരിയാ സുലഭയിലെ കൊട്ടാരത്തിൽ കൊട്ടാരങ്കര ബേക്കറി അല്ല, സുലഭയാന്നേ ഉള്ളൂ. നമ്മുടെ വൺ സൈഡ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അതിന് എതിർവശം എന്നാ വേണമായിരുന്നു, കാജുവായി ജീരുവായി നട്ട്സ് കട, ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും എവിടെ? സുലഭയുടെ എതിർവശത്ത് ഉണ്ടല്ലേ? ആ അവിടെ ഒരു നട്ട്സിന്റെ ഒത്തിരി വലിയൊരു കട. ശരി കാജു ഒക്കെ നോക്കാറുണ്ട്. ഇന്നലെ നിങ്ങൾ അവിടുത്തെ കാര്യമില്ലേ പറയുന്നത് കേട്ടെ? അതന്നെ പക്ഷെ ഞാൻ അതൊന്നും ഓർത്തില്ല. ഇവിടെ കയറിയപ്പോ ഞാൻ അവിടെ മേടിക്കാൻ അവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അവിടെ സാധനമുണ്ട് ഇഷ്ടം. ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ വെറൈറ്റി സാധനം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ബംഗാളികളാണ് വിൽപ്പനക്കാരുണ്ട്. അമ്മാരുടെ കട, ഇപ്പൊ ഏത് കടയിലും എല്ലാ കടയിലും ബംഗാളികളിരിക്കുന്നത്. അമ്മാരുടെ കടയാണ്. അത് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ഇവിടെ പിന്നെ കാശ്മീരികളുടെ കട ഒരു കാശ്മീരികൾ വന്നിട്ട് ഇവിടെ നടത്തുന്നു. വേറെ കാര്യമുണ്ട്, ഇവിടുത്തെ കാര്യം ഇവിടെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആരെങ്കിലും വന്ന് നടത്തണ്ടേ? ഇത് കണക്ക് വരുന്നവർക്ക് മേടിച്ചോണ്ട് പോകാൻ. ഇവിടുത്തുകാരെല്ലാം പിന്നെ ഓസ്ട്രേലിയ, ജർമ്മനി എല്ലാം യൂറോപ്പിലല്ലേ. നമ്മുടെ ഇപ്പം പിന്നെ മലയിലൊക്കെ നേരത്തെ എന്ത് വീടുണ്ടായിരുന്നു, ഇപ്പൊ ഒരു വീട് പോലും ഇല്ല അല്ലേ, എല്ലാം തീർന്നു. അവിടെ ഒരു ആശ്രമമുണ്ട്, 2 അച്ഛന്മാരും ഉണ്ട്. അവിടെ 2 വീടുണ്ട്. മറ്റേ അങ്ങനെ ആശ്രമത്തിൻ്റെ അവിടെ താഴത്തെ ആശ്രമം നമ്മുടെ പള്ളിയിലുള്ള ഒരു ആശ്രമം, വീട്ടുകാരുടെ. നമ്മുടെ പള്ളിയിലോടോ? ആ അത് ശരി. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഗ്രില്ഡ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. തിന്ന് കഴിയുമ്പോൾ അറിയാം. മൊബൈൽ വെച്ച് മാറ്റി വെച്ചേക്കാം. ഇതുണ്ട്, നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ റൗണ്ട് അടിച്ച് പ്രദക്ഷിണം പോലെ അങ്ങേപ്പുറത്ത് ചെല്ലണം, വീട്ടിൽ ചെല്ലണം. ഇതിലൂടെ കയറാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റത്തില്ല. അടുപ്പിന് മുകളിലോട്ട് കയറ്റല്ലോ. ആ ഓക്കെ ഓക്കെ. ഞങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ ഞാനിവിടെ അങ്ങോട്ട് വരാം. അപ്പം ഞങ്ങളുടെ സാധനങ്ങൾ പതുക്കെ സെറ്റപ്പായിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. ചെറിയതായിട്ടൊന്ന് കഴിച്ചു. അപ്പം ഒരു ചെറിയ പീസ് എടുത്ത് ടച്ച് ചെയ്ത് നോക്കി. അതായത് ആ ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് ഉള്ളി സവോള പപ്പയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ പപ്പ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ കഴിച്ചു ടേസ്റ്റ് നോക്കും. ഉള്ളിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടോന്ന് കഴിക്കുന്നുണ്ട്. മമ്മി നോക്കിയിട്ട് മമ്മിക്ക് എങ്ങനെ ഉണ്ടോ മമ്മി കണ്ടിട്ട്? ആ ചിക്കനാന്ന് എടുത്ത് നോക്കിക്ക് പപ്പ. ഏതിനകത്താ പപ്പ? സവോളക്കത്തല്ലേ? ആ ഓ അല്ല, ഇതിനകത്ത് ഉപ്പ് കാണിക്കടാ. സവോള ചിക്കൻ മാത്രം എടുത്തിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ ചിക്കൻ ഉപ്പുണ്ടോ ഇല്ലെന്നുള്ളത് ആദ്യമേ പറയണം. അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ കഴിച്ചു കഴിഞ്ഞു. സവോളക്ക് ചിക്കൻ ഉപ്പുണ്ടോ അപ്പാ? മുളകോ എരിവും എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ മറ്റേതിനകത്ത് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് ഈ നാരങ്ങയും മറ്റേ സാധനം വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഗ്ലാസ് കാര്യമായിട്ടിരിക്കുന്നത് നമുക്ക് നിറച്ച് വിടണ്ടേ? വേണേ? എന്നാലും വേണ്ട, പോട്ടെ. എൻ്റെ ഒരു നിർബന്ധത്തിന് പ്രകാരം ഒരു ശകലം ഒന്ന് നിറച്ചേക്കാം. അത് നിങ്ങളുണ്ടെന്ന് നോക്ക്. ആഹാ കൊള്ളാം, കുഴപ്പമില്ലല്ലോ അല്ലേ? കഴിക്കാൻ പറ്റും. ആ സൂപ്പറാണോ? എങ്ങനെയുണ്ട്? മമ്മി ഒന്ന് കഴിച്ചോ? മമ്മി ചിക്കൻ കഴിച്ചോ? മമ്മി മമ്മി ചിക്കൻ കഴിച്ചോ? നോക്കെ ആണോ? എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ വലിയ വരും അല്പം അവരോട് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു സൈഡാണ് കേട്ടോ, അങ്ങനെ വലിയ ഇതായിട്ടൊന്നും കാര്യമായിട്ടുണ്ട്. അങ്ങനത്തെ ഇങ്ങനത്തെ സാധനം തിന്നുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും സൈഡായിട്ട് വേണം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതാദ്യം എഴുതി കാണിക്കണം. ഓക്കെ. അപ്പം ഒരു കാര്യം ചെയ്യാം. ഇപ്പം ഹാനികരമില്ല, 5 മിനിറ്റ് അരമണിക്കൂർത്തേന്. അത് മറ്റേ എടുത്തൊന്ന് വിഴിഞ്ഞാൽ വെച്ച് വിഴിഞ്ഞാൽ തന്നെ കൈപ്പുണ്ണം വീഡിയോ കാണിക്കാനാണ് അങ്ങനെ വരിക. അല്ല നമ്മുടെ ആവശ്യമാണ്.
ഒരു നേരങ്ങളാണോ? വേണ്ട വേണ്ട ഇതൊന്നും വേണ്ട. ഇതിനകത്ത് ഇത് നമുക്ക് അവൻ പറഞ്ഞു നമുക്ക് ചെയ്തിട്ടാണ്. എന്താ ദേ നിനക്ക് വീഡിയോ പിടിക്കുക. ചെഫ് ഷാജൻ ജോർജ്. ഓക്കെ. അപ്പം ഇനി പോകുന്നത് ഉപ്പ് ഞാനോട് നിന്ന് കഴിക്കാം. ഉപ്പുണ്ട്. ഉപ്പ് ഓരോരുത്തർക്കും ആവശ്യമാണ്. ഞാൻ അതിൽ ടേസ്റ്റ് ചെയ്തു. അതൊരു 1.5 ലേശമായി പോയി. ഇതെല്ലാത്തിനാണ് ഈ പോപ്പ് എല്ലാം അതിനകത്ത് ഉണ്ടായത്. അത് നല്ലോ നിറച്ചിരുന്നു അതുകൊണ്ട് പറഞ്ഞു അത് ചെറിയ ചൂട് ലൂസ് ആക്കണമായിരുന്നല്ലേ? ജ്യൂസി ആണോ എന്നല്ലേ? അല്ല ജ്യൂസ് വേണ്ട. ഇതിൻ്റെ ഉപ്പും അതെല്ലാം ഓക്കെ, കുരുമുളകും നല്ലോണം പിടിച്ചു. സ്പൈസി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെറുത് ഒരു ചെറുതല്ല, മൂന്നാമത്തെ ചെറുത്. എൻ്റെ അമ്മേ